നമസ്കാരം രാവണ. നമസ്കാരം. ചിത്രകലാ ലോകത്ത് ലോകം അറിയപ്പെടുന്ന ധാരാളം ചിത്രകലാകാരന്മാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന രാജാ രവിവർമ്മയെക്കുറിച്ചാണ് ചിത്രകലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പേര്. എന്നാൽ ചിത്രകലാരംഗത്ത് അറിയപ്പെടാത്ത ധാരാളം ചിത്രകലാ പ്രതിഭകൾ അറിയപ്പെടാതെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഉണ്ട്. അതിൽ ഒരു പ്രധാനിയാണ് കുരിയോട്ട് രാജു എന്ന് അറിയപ്പെടുന്ന രാജു അണ്ണൻ. കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ചിത്രകലാ വൈഭവം സ്വയം പരിപോഷിപ്പിച്ചുകൊണ്ട് നല്ലൊരു ചിത്രകലാകാരനായി രംഗത്ത് വന്ന രാജു അണ്ണൻ ചിത്രകലാരംഗത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ സാക്ഷി ടിവിയോട് പങ്കുവയ്ക്കും. അണ്ണാ, ഞാൻ അറിഞ്ഞത് ഗുരുദാസന്മാരുടെ സഹായമില്ലാതെ ചിത്രകല അഭ്യസിച്ച് ആ ചിത്രകലയിൽ ബിരുദവും നേടിയ ഒരു കക്ഷി എന്നത് വളരെ അത്ഭുതത്തോടാണ് ചിത്രകലാരംഗത്ത് നിൽക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ അണ്ണൻ്റെ ജീവചരിത്രം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടത്. അപ്പോൾ അണ്ണൻ്റെ ചിത്രകലാ അനുഭവങ്ങൾ സാക്ഷി ടിവിയോട് പങ്കുവയ്ക്കാം. ജന്മം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തെ വരയ്ക്കുമായിരുന്നു. പള്ളിക്കൂടത്തിൽ പോകുന്ന കാലത്ത് മുതൽ വരയ്ക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം വരയ്ക്കും. അല്ലാതെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് തോന്നും ഒന്ന് വരയ്ക്കണം, എല്ലാവരെ കാണുമ്പോൾ ആ ആളിനെ വരയ്ക്കണം. അല്ലാതെ അന്നൊക്കെ പിന്നെ അതേ ഉള്ളു. അല്ലാതെ ഇപ്പോഴൊക്കെ അല്ലേ ആധുനികമായ പരിപാടി. അന്ന് ഹാൻഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം അതൊന്നും കൈകൊണ്ടുള്ള പണിയോ വേണ്ടല്ലേ. ആളിനെ കണ്ട അവരങ്ങ് പ്രിൻ്റ് ചെയ്തോളൂ അല്ലേ. ഇപ്പോഴത്തെ പരിപാടി എങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളെ കാലത്ത് അത് പറ്റില്ല. സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്തെങ്കിലേ ഉള്ളൂ. അതൊക്കെ ഞാൻ കൂടുതൽ ഇനാമൽ പെയിൻ്റാണ്. ഇത് മൊത്തം ഇനാമൽ ആണ്. പിന്നെ എല്ലാം ചെയ്യുമായിരുന്നു. ആയിരിക്കും ചെയ്യുമായിരുന്നു. അല്ലാതെ പേപ്പറിൽ മറ്റുള്ള ചെയ്യുമായിരുന്നു. അന്നൊന്നും ഇങ്ങനെ കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുമ്പോൾ അങ്ങ് വരയ്ക്കുന്നു എന്നുള്ളത് അതെൻ്റെ ജീവിത ചരിത്രം. എനിക്ക് സഹായിക്കാനൊന്നും ആരുമില്ലായിരുന്നു. സഹായിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് പോയെന്നെ. ആരുമില്ലായിരുന്നു. പഠിപ്പിക്കാൻ പോലും ആരുമില്ലായിരുന്നു. എൻ്റെ സ്വന്തം ഇതുകൊണ്ടാണ് ഇതുവരെ 10 രൂപ എന്ന് എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. അതാണ് എൻ്റെ ജീവിതം. അല്ലെങ്കിൽ ഇതിലും വളർന്ന് പോയേനെ. ഒരു രീതിയിലും സഹായിക്കാൻ ആരുമില്ല. അണ്ണ, ആദ്യകാല ചിത്രരചനയും ഇന്നത്തെ കാലഘട്ടത്തിലെ ചിത്രരചനയെ സംബന്ധിച്ച് അണ്ണൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ആദ്യകാല കൈകൊണ്ടുള്ള വർക്കാണ്. അതൊരുപാട് കാലം നിലനിൽക്കും. ഇപ്പോഴത്തെ വർക്കിനെ പറ്റി അത്ര എനിക്ക് അറിവ് ഇല്ല. അറിവുണ്ടെങ്കിലല്ലേ അറിയാമോ. മറ്റേതെന്ന് പറയുമ്പോൾ കൈകൊണ്ടുള്ള പ്രവർത്തനമാണ്. പെയിൻറ്റും അതുപോലെ അത് അത്രയും വർക്ക് ചെയ്തെങ്കിലേ അത് ശരിയായി വരും. ഇപ്പോൾ പിന്നെ അതൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ പ്രിൻ്റായതുകൊണ്ടിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറ്റേ നമ്മൾ അധ്വാനിക്കെങ്കിൽ ഒരാളിൻ്റെ രൂപമാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലല്ലോ. ഒരാളിനെ നമ്മൾ വരച്ചിങ്ങനെ രൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് പാടല്ലോ എന്നതാണ്.
ഫോട്ടോ എടുക്കുന്നതല്ലല്ലേ, രണ്ടും രണ്ടാണ്. അണ്ണാ, ഇന്ന് സമൂഹത്തിൽ കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം അണ്ണന് ലഭിക്കുന്നുണ്ടോ? പിന്നെ ഒരാനുകൂല്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ ഓരോരുത്തർ വന്നത് എടുത്തോണ്ട് പോന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു ഇതുമില്ല. ഒന്ന് കഴിഞ്ഞതിനൊരു പാർട്ടി വന്നെടുത്ത് അതിനൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ എടുത്തോണ്ട് പോകുന്നതല്ലാതെ നമുക്ക് ഒരാനുകൂല്യമില്ല. 10 രൂപയുടെയും ആനുകൂല്യമുണ്ട്. അണ്ണനെ ഈ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ ധാരാളം ചിത്രങ്ങൾ വരച്ച് മറ്റു പലർക്ക് കൊടുത്തതായിട്ട് വല്ലതും ഉണ്ടോ? ഉണ്ട്. ഒരുപാട് പേർക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. പലരും പിന്നെ മരിച്ചു പോയവരുടെയും പലരുടെയും വരച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരുടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അറിയപ്പെടുന്ന ആയൂരൊക്കെ ഏവൺ ഹോട്ടലിൻ്റെ അമ്മയും അച്ഛനൊക്കെ വരച്ചു. അങ്ങനെ പലരെയും വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിവിടെ കൊണ്ടുത്തരും, ഞാൻ വരച്ചു കൊടുക്കും. ഇവിടെ ഒരുപാട് പേർക്ക് വരച്ചു. തുച്ഛമായ കാശിനാണ് അവർക്കൊന്നും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അറിഞ്ഞുകൂടല്ലേ. നമുക്കല്ലേ അറിയാവൂ ഇതിൻ്റെ വർക്കിങ്ങിനും. അത് മാത്രമല്ല ഇതിൻ്റെ സാമഗ്രികൾ, പെയിൻറ്റ്, അതിനൊക്കെ ഭയങ്കര വിലകളാണ്. പിന്നെ ഒന്ന് വരയ്ക്കും, കൊണ്ടുത്തരുമ്പം അവർക്ക് വരച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് വരച്ചു കൊടുക്കും. ഈ അടുത്ത കാലത്ത് നമുക്ക് വരച്ചു. അണ്ണ, ഈ ചിത്രകലാ രംഗത്തേക്ക് അണ്ണൻ വഴി ആരെങ്കിലും, അണ്ണൻ്റെ ശിക്ഷണത്തിൽ ആരെങ്കിലും ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരും ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ പലരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഒരാളാണ് ബാബുവിനായിരുന്നു താടിയൊക്കെ വെച്ചുകൊണ്ട്. അതാണ് ആദ്യത്തെ എൻ്റെ ഒരു ശിഷ്യനാണ്. പിന്നെ വേറെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ പേരൊന്നും അറിഞ്ഞൂടാ. അണ്ണന്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കുടുംബം ഞങ്ങൾ 2 പേരേ ഉള്ളു, മക്കളില്ല. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. വേറെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മരിച്ചു. ചേട്ടനായിരുന്നു അപ്പുറത്ത് വീട്ടില്, അവരൊക്കെ പോയി. ഇനി ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ട്. ഞാനും പിന്നെ എൻ്റെ ഭാര്യയുണ്ട്. എനിക്കാണെങ്കിൽ വയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ. വർക്കിനൊക്കെ പോകുമായിരുന്നു, ഇപ്പോൾ അതിനൊന്നും വയ്യ, നടക്കാനും വയ്യ, ഇവിടെ തന്നെ ഇരിപ്പാണ്. ചിത്രകലാരംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർക്ക് എന്നും മാതൃകയാകേണ്ട ആളാണ് അണ്ണൻ. അണ്ണൻ്റെ ചിത്രരംഗത്തെ ഈ സ്വാധീനവും ഈ കഴിവും വരും തലമുറ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അണ്ണന് ദീർഘായുസ്സ് നേരുന്നു.